പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഒക്ടോബർ വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിന് പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, ഞാൻ അർപ്പിക്കാൻ പോകുന്ന കൃപാനയുടെ ശക്തിയാൽ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് അവരുടെ ഭീഷണി ഓർത്ത് ഞെരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, അകപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷമുണ്ടാവും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങനെ ഭയപ്പെടുന്നവരുടെ മേൽ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ നീലമേലങ്കി ചുറ്റുന്നു. അവരെ മാതാവിൻ്റെ സംരക്ഷണത്തിനെ ഏൽപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, let fire fingers suck with the precious blood. Lord, in peace, Spirit of power and grace. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ദൈവാനുഭവങ്ങളും പുതിയ പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആകത്തില്ല.
ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലൈഫ് മോണോട്ടണസ് ആയിരിക്കും, ചിലർക്ക് ബോറടിക്കത്തില്ലേ. കാരണം ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറുന്നത് ബോറായിരിക്കും. നമ്മൾ എത്ര വലിയ ഒരു ആൾക്കാരായാലും ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, പഞ്ചാബിയായിരുന്നു. അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കുന്ന കാലത്ത്. അതിങ്ങനെ തറപ്പളിട്ട് മൂടി അറിയത്തില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത്. അത്രയ്ക്ക് സമ്പന്നനായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? ബോറ്. ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയൻ്റെ പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത്. മാറിയില്ല, നടന്ന കാര്യമാണ്, ചരിത്രമാണത്. ബോറ് മാറാത്തൊരു സാധനമാണത്. പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ചിന്ത പുതുക്കും, അഭിരുചികൾ. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല. സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അത് നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായത് സിറ്റുവേഷണൽ അനോയിൻറ്റിങ് എന്ന് പറയും. ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കണില്ലേ ശരിക്കും? അതെന്താ കാര്യം? വയസ്സന്മാർ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്താ കാര്യം? അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ. അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കുന്നതാണത്, പുതിയൊരു അഭിഷേകം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകണില്ലേ? ഈ പറഞ്ഞെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഈ വാർദ്ധക്യം എന്ന് പറയുന്ന പോലും ഒരു സങ്കല്പം മാത്രമാണ്. അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയുന്നത്. എന്താണ്? 75 വയസ്സായാലും ചില വൈഫ് ഹസ്ബൻഡും ഒക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട്. അത് പുതിയൊരു അനുഭൂതി, അഭിഷേകം കിട്ടിയിരിക്കണം, പുതിയ അഭിഷേകം. ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവൈവ് ചെയ്യാനും ബോറ് മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. വയസ്സ് ചിലപ്പോൾ 90 ഉണ്ടാകാം, പക്ഷേ അഭിഷേകം ചിലപ്പോൾ 19 വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും. വയസ്സിൽ. അപ്പോൾ എൻ്റെ മക്കളെ, എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വസ്തു വിൽക്കണം, ശരി, ഒരു ഉടമ്പടി എടുത്തു, ഒന്ന് പുതുക്കി, വസ്തു വിറ്റു, സാക്ഷ്യം പറഞ്ഞ് ആ ഫയലും ക്ലോസായി, നിങ്ങൾ പഴയ ലോകത്താനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ജീവിക്കും. ഇത് ലാഗ് ചെയ്യാൻ കാരണം അതാണ്. ലാഗ് ചെയ്യാൻ കാരണം ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ദൈവത്തിന് പോലും സഹിക്കത്തില്ല, ചവിട്ടി കൊല്ലാൻ തോന്നിപ്പോകും. അതാണ് പ്രശ്നം. കാര്യം നിങ്ങളിപ്പോൾ വസ്തു വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വസ്തു വിറ്റു, സാക്ഷ്യവും പറഞ്ഞ് കുറേ ലക്ഷങ്ങൾ വന്ന്, അപ്പോഴും നിങ്ങൾ മേടിച്ചാൽ കൊടുക്കത്തില്ല. അതിന് വേറെ വിഷയം. നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, കുറേ കാശ് മേടിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ, അത് കൊടുക്കത്തില്ല. ആ സമയത്ത് മക്കൾ പറയും ആ കാർ എടുക്കണം, ഈ വണ്ടി എടുക്കണം, ഈ ഡൂക്ക് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ മക്കളുടെ പുറകെ പോകും. മറ്റവൻ അവിടെ മകളെയും കെട്ടിക്കാതെ തെണ്ടി തിരിഞ്ഞ് നടക്കണം കാണാം, ചെപ്പരത്തി പോകും ചെവി വെച്ചുകൊണ്ട്. നിങ്ങളൊറ്റ ആൾക്കാർ കാരണം. ഈ അഭ്യാസം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യണത് അനുഗ്രഹം. മനസ്സിലായില്ലേ?
അതുകൊണ്ട് ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. കർത്താവായ ദൈവമേ, എന്നെ നീ അനുഗ്രഹിച്ചാൽ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെ പോലെ എന്റെ പെരുമാറ്റത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാമെന്ന് കർത്താവേ നിന്നോട് ഞാൻ വാക്ക് തരുന്നു. എന്റെ ഉടമ്പടി പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ഉടമ്പടി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ജോസഫ് നെവിന് പരിശുദ്ധാത്മാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ല. അതുകൊണ്ടാണ് അവനത് ഫീൽ ചെയ്യാഞ്ഞത്. നീയിലൂടെ നടക്കുമ്പോൾ, നീ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അല്ലെ. കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അവന് കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ചില ആൾക്കാർക്ക് കണക്ഷൻ കിട്ടണില്ല. കാര്യം നിങ്ങൾ വേറെ ആൾക്കാരുടെ കണക്ട് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൂടെയും എൻ്റെ കൂടെയൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ട്. കാര്യം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് കണക്ഷൻ കിട്ടണില്ല. എന്താ കാര്യം? നമുക്ക് വേറെ കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ള കണക്ഷൻസ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് കൃപയിലാണ്. കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. 2 കൊരിന്ത്യർ 12:9 ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ ശക്തി ആണ് കൃപ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നതും അതുപോലെ തന്നെ കൃപ ആർജിക്കുന്നതും, കൃപയിൽ നിലനിൽക്കുന്നതും ആർജിക്കുന്നതും ഉടമ്പടിയുടെ പ്രഖ്യാപിതം പ്രീറെക്വിസിറ്റാണ്, മുന്നാവശ്യം. മനസ്സിലായില്ലേ? കൃപയിൽ നിലനിൽക്കുന്നതും കൃപ ആർജിക്കുന്നതും ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപിതമായ അടിസ്ഥാനമായ ഒരു പ്രമാണമാണ്. എങ്ങനെ നമ്മൾ ഉടമ്പടിയിൽ നിലനിൽക്കുന്നത്, ഉടമ്പടിയിൽ കൃപയിൽ എങ്ങനെ വർദ്ധിക്കണത്. ഇപ്പോൾ അയാൾക്ക് കൃപയുണ്ടായത് കൊണ്ടാണല്ല. അയാൾ എന്താ ചെയ്തതെന്നറിയാവോ? അയാൾ തോറ്റതായിട്ടൊക്കെ ഫീൽ ചെയ്തില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്നറിയാവോ? സെക്കൻഡ് പോയിൻ്റ് പുള്ളി ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു. അതാണ് സംഭവം. പുതുക്കിയിട്ട് വീണ്ടും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ പുതുക്കിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഉടമ്പടി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രോഗികളൊന്നും പോയി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വൈഫിനോട് പറഞ്ഞു, നമുക്ക് കുറച്ച് രോഗികളെ പോയി കാണാം, ഉടമ്പടിയിലുള്ളതല്ലേ, രോഗികളെ പോയി കാണാം. അപ്പോൾ തമിഴ്നാട്ടിലാണ് പരീക്ഷ. അപ്പോൾ തമിഴ് രോഗികളെ പോയി കാണാൻ വേണ്ടി ഇവിടുന്ന് തമിഴ് പത്രം മേടിച്ചുകൊണ്ട് പോയി. അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം. ഇവിടുന്ന് ഇനിയിപ്പോൾ പിക്ചർ മാറും. അതായത് വെച്ചാൽ ഇവിടെ നിന്ന് പുള്ളി തമിഴ്നാട്ടിലാണ് പരീക്ഷ. അപ്പോൾ ഇംഗ്ലീഷ് പത്രവും തമിഴ് പത്രവും മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് രോഗികളോട് തമിഴ് ആശുപത്രികളിൽ പോയി അയാൾക്കറിയാവുന്ന ഇവിടെ പറഞ്ഞേ, എനിക്കറിയാവുന്ന തമിഴിലൊക്കെ ഞാൻ ഈശോയെക്കുറിച്ച് രോഗികളോട് പറഞ്ഞെന്നാ. മനസ്സിലായ? അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ സീരിയസ് ആണെന്ന്. കാരണം ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് കണക്ഷൻ. എന്തുകൊണ്ടാണ്? നമുക്ക് വേറെ കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവമായിട്ട് ചുമ്മാ ഒരു സിംഗിൾ കണക്ഷൻ ഇട്ടിട്ട് നിങ്ങൾ വേറെ മെയിൻ കണക്ഷൻസ് വേറെ വിഷയവുമായിട്ട് വെക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അയാൾ എൻ്റെ കൈക്കാരനാണ് പള്ളിയിൽ. ഞാൻ ഇടവക വികാരിയാടുന്ന സമയത്ത് ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ അയാളെ കൈക്കാരനാണ്. അപ്പോൾ ഒരു ഞായറാഴ്ച അയാളെ കണ്ടില്ല. കാര്യം അയാളെ ഈ വിവാഹനിധിയും കാര്യങ്ങളൊക്കെ പിരിക്കുകയും കണക്ക് തരികയൊക്കെ ചെയ്യണത്. പുള്ളിയെ കണ്ടില്ല. അപ്പോൾ അതിന് വേറെ ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, ചേട്ടാ ഇന്നലെ പള്ളി വന്നില്ലല്ലേ? അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, അച്ഛാ ഒരു ജീവിത പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു ജീവിത പ്രശ്നം ഉണ്ടായെന്ന് എന്നാൽ പുള്ളി പറയാം. പുള്ളിക്ക് അറിയാവുന്ന ഭാഷ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എന്നാ ജീവിത പ്രശ്നമാണ്? അപ്പോൾ പുള്ളി മീൻ കച്ചവടക്കാരനാണ്. ഈ മീൻ ബൾക്കായിട്ട് വള്ളത്തിൽ നിന്ന് എടുക്കും. പുള്ളിക്ക് 2 വള്ളമുണ്ട്. ആ വള്ളം എടുക്കുമ്പോൾ മീൻ തരകന്മാർ ഇടനില നിന്നുകൊണ്ട് കച്ചവടക്കാർക്ക് മീൻ മറച്ചു വിൽക്കും. അതാണ് പരിപാടി. അപ്പോഴേ വള്ളത്തിൻ്റെ മീനിൻ്റെ കാശ് തരേണ്ടത് ആരാണ്? തരകനാണ് തരേണ്ടത്. വണ്ടിക്കാർ അയാൾ കാശ് കൊടുക്കുന്നത്. ഈ തരകൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞായറാഴ്ച രാവിലെയാണ് അയാൾ വരണത്. അയാൾ നോൺ ക്രിസ്ത്യനാണ്. പക്ഷേ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അയാൾ വീട്ടിലുണ്ടായിരുന്നു. തൂത്തുക്കുടിയിലേക്കൊക്കെ അയാൾ മിക്കവാറും മണവാളെക്കുറിച്ച് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും പുള്ളിക്കാരൻ. അപ്പോൾ ശനിയാഴ്ച വിട്ടു പോകുന്നൊരു ഞായറാഴ്ച വെളുപ്പിനെ അയാളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ തരകൻ ഞായറാഴ്ച ഉള്ളത് കാരണം ഈ മനുഷ്യന്, ഈ കൈക്കാരന് ഞായറാഴ്ച ചെന്നാൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ. അത് കാരണം എന്നാ പറ്റിയിരിക്കണത്? കുർബാന കട്ട് ചെയ്ത് അയാൾ കാശിന് പോകും. ഇതോടുകൂടി എല്ലാ ഉടമ്പടിയും
ചുരുട്ടിക്കൂട്ടി ചവിട്ടിക്കൂട്ടും നമ്മൾ. കാര്യം ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെ ഈ നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്. അപ്പോൾ അത് പുറപ്പാട് 20:3 അത് പറഞ്ഞ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. തരകൻ ഇവിടെ മറ്റൊരു ദൈവമായിട്ട് വരികയും അവിടെയാണ് വിഷയം. നമ്മളൊക്കെ പഴയ കൽപ്പനയല്ലേ എന്ന്, പഴയ കൽപ്പനയല്ല, വചനത്തിന് പഴയതും പുതിയതും ഇല്ലല്ല, എല്ലാം പുതിയതല്ലേ. അപ്പോൾ ഈ തരകൻ ഞായറാഴ്ച കുർബാന മുടക്കിയ ആളപ്പാടെ കിട്ടാനുള്ളത് 4,000-7,000 രൂപയാണ്. അതിന് ഞായറാഴ്ച കുർബാന കടമുള്ള ദിവസം ഞായറാഴ്ച കുർബാന മുടക്കിയ തരകൻ നിൻ്റെ കർത്താവായി മാറും. സോ യു ആർ കണക്റ്റഡ് ടു തരകൻ, നോട്ട് കർത്താവ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് കണക്ഷൻ. എന്തുകൊണ്ടാണ്? വേറെ ആൾക്കാരോട് നമ്മൾ കണക്ഷൻ. അതുകൊണ്ട് ദൈവത്തേക്കാൾ പ്രാധാന്യമുള്ള വ്യക്തികളുണ്ടായാലും കമ്പനി ഉണ്ടായാലും ജോലി ഉണ്ടായാലും, ഈ ആലപ്പുഴയൊക്കെ കയറ്റ് ഓഫീസുകാർ പാപം ചെയ്യണ എപ്പോഴാണെന്ന് അറിയാവുക? ഞായറാഴ്ചയാണ്. എന്താ കാര്യം? ഞായറാഴ്ചയാണ് ഓർഡർ പോണത്, ഈ ലോഡ് പോണത്, കണ്ടെയ്നർ പോണത്. അപ്പോൾ കണ്ടെയ്നർ കൃത്യസമയത്ത് പോകാൻ വേണ്ടി ഇവർ കുർബാന കട്ട് ചെയ്യും. അവിടുത്തെ തൊഴിലാളികളും സാധാരണ തൊഴിലാളികളും മുകളിലുള്ള തൊഴിലാളികളൊക്കെ ഇത് കട്ട് ചെയ്യും. കുറേ നാൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നാ പറ്റുക വെച്ചാൽ, നിങ്ങൾ എന്ത് കുമ്പസാരിച്ചിട്ടും കഥയില്ലാത്ത കാര്യം നിങ്ങൾ ദൈവത്തിന് അറിയാമല്ലോ. കയറ് കാണുമ്പോൾ കർത്താവിനെ മറക്കണ ആളാണെന്ന് കർത്താവിന് അറിയാമല്ലോ. അത് കാരണം നിങ്ങൾ അഭ്യാസം ഒന്നും കാണിച്ചിട്ട് കഥയില്ല. ചിലപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കുരിശിൻ്റെ വഴി എടുത്തോണ്ട് ചിലപ്പോൾ തുണിയിലൊക്കെ നടക്കാൻ കഴിയും, നിലയം വിളിച്ചുകൊണ്ട്. ഒരു കഥയില്ല. ദൈവത്തിന് അറിയാം നിങ്ങൾ ആരാണെന്ന്. കാര്യം ഇന്നത്തെ പ്രശ്നം, ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ ബൈബിൾ പറയുന്ന സംഭവമുണ്ട്, നിങ്ങൾ ആരാണെന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന്. 2:24 യോഹന്നാന്റെ സുവിശേഷം വായിച്ചേ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഒന്ന് പറഞ്ഞേ, യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. പോരെ പണിയായേ. അതായത് നിങ്ങൾ ദൈവത്തിന് പിടികൊടുത്താൽ ഈ മരണം വരെ ദൈവം നിങ്ങളെ വിശ്വസിക്കത്തില്ല, നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചാലും. ചില ആൾക്കാർക്ക് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം അതാണ്. നിങ്ങളെക്കുറിച്ച് കൃത്യമായി യു ആർ ബ്രാൻഡഡ്. നിങ്ങൾ തക്കങ്ങൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളാണെന്ന് ദൈവം ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയും. ഒരു വായിച്ചഭാവം യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അടുത്ത വചനം വായിച്ചേ. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. പരിപാടി തീർന്നു. കിഡ്നി അടിച്ചു പോയി. കാര്യം എല്ലാ സംഭവവും നമ്മളുടെ എല്ലാ ഫോട്ടോസ്റ്റാറ്റും സ്കാനൊക്കെ ചെയ്ത് നേരത്തെ വെച്ചിരിക്കുകയാണ്. റിസൾട്ട് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഈ പഴയ നിങ്ങളുടെ ഫയൽ ചേഞ്ച് ചെയ്യാൻ, ദൈവദൃശ്യത്തിന് ഫയൽ ചേഞ്ച് ചെയ്യാൻ ബോധപൂർവ്വം ശ്രമിക്കണം. അല്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. കാരണം നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെല്ലാം മോഡിലാണ് ദൈവത്തോട് പെരുമാറിയതെന്നൊക്കെ ദൈവത്തിന് അറിയാം. ആ ഒരു രീതി തന്നെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം മനുഷ്യരിലുള്ള എന്താണെന്ന് അറിയാമായിരുന്നെന്ന് പറയും. കാര്യം അവസാനം വരുമ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന് കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 5:3. മത്തായി 5:3 എടുത്തേ. ശ്രുതികടെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഒന്ന് പറഞ്ഞേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതും അതായത് ബൈബിളിലെ നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞത് വാട്ടർമാർക്കായിട്ട് ഇങ്ങനെ വെളിപാട് വരെ കയറിപ്പോയിരിക്കുകയാണ്. ഇടയ്ക്ക് മാറ്റമൊന്നുമില്ല. നിൻ്റെ കർത്താവ് ആരാണെന്ന് ദൈവം എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഈ എന്താണ് ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ, ക്യാമറ സർവൈലൻസിലാണ് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അഭ്യാസം കാണിച്ചാൽ അപ്പോൾ പൊക്കുമെന്ന് എൻ്റെ അടുത്ത്. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. അയാൾക്ക് എന്താണ് തരകനായിപ്പോയി പെട്ടെന്ന് കർത്താവായ ദൈവം ഇല്ലേ? എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ദിവസത്തോട്ട് തൊടുമ്പോൾ കൈ പൊള്ളിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മരിച്ചു എന്നാണ്. അത് മനസ്സിലായില്ലേ? കർത്താവിൻ്റെ ദിവസത്തോട്ട് തൊടുമ്പോഴേ കൈ പൊള്ളിയില്ലെങ്കിൽ, ഇപ്പോൾ കൈ പൊള്ളണിയില്ല. കാര്യം ഈ കോവിഡ് കാലത്ത് കുർബാന ഒന്നും കാണാൻ ഓൺലൈനിൽ കണ്ട് അവസാനം ഇപ്പോൾ കുർബാനയ്ക്ക് ഞായറാഴ്ച ഏതാണ് വെള്ളിയാഴ്ച ഏതാണെന്ന് അറിയാൻ പറ്റാതെ വെളിവില്ലാതെ നടക്കില്ല ആൾക്കാർ.
പണ്ട് ഞായറാഴ്ച കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഞായറാഴ്ചകളല്ല എന്ന് വിചാരിക്കുമ്പോൾ ശനിയാഴ്ച തന്നെ ഒരുക്കം തുടങ്ങും. ഇന്നിപ്പോൾ ഉരുകാനുമില്ല, ഓർപ്പിക്കാനുമില്ല, ആരുമില്ല. എല്ലാ ഞായറാഴ്ചയും വെള്ളിക്ക് തിങ്കളാഴ്ച എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ദൈവവചനത്തിന് മാറ്റമില്ല. എന്താ അർത്ഥം? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ, അതിൻ്റെ അർത്ഥം എന്താ? 5:3 സംഭവം. ഈ പണ്ടത്തെ ഈ പുറപ്പാടിൻ്റെ 20:3 അതായത് ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക്, ആ സാധനം തന്നെയാണ് ഇത് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 5:3 ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരത്തിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്? സമ്പത്തല്ലേ? പൊന്ന്, പണം ഒക്കെ അല്ലേ ശരീരത്തിൻ്റെ സമ്പത്തെന്ന് പറയണത്. ആ പൊന്നും പണവും നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരായി മാറും. അപ്പോൾ ശരീരത്തിൻ്റെ ദാരിദ്ര്യമാണ്. ഉറപ്പല്ലേ? ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്താണ്? ആത്മാവിൻ്റെ സമ്പത്ത് എന്താണെന്ന് ആദ്യം അറിയണം. ആത്മാവിൻ്റെ സമ്പത്ത് എന്താണ്? കൃപയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്താൽ നേടിയെടുത്ത കൃപയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ കൂടെ കണക്ട് ചെയ്യേണ്ടത് ഗലാത്യർ 6:9 വായിച്ചേ. ശ്രുതികടെ ഹല്ലേലൂയ, ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 6:19 സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുന്നത് എന്താണ്? കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇതാണ് മത്തായി 5:3 വായിച്ചത്. എന്താണ്? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ. എന്ന് വെച്ചാൽ കൃപ എനിക്കില്ലല്ലോ. അനുഗ്രഹം ഉണ്ടാകുമേ, അനുഗ്രഹം ഉണ്ടാകും. കല്യാണം കഴിക്കും, പിള്ളേരും ഉണ്ടാകും, ജോലിയും കിട്ടും, വീടും വെക്കും, വയസ്സുമാകും, ചത്തും പോകും, അതൊക്കെ അങ്ങനെ നടക്കും. പക്ഷേ എന്താ? ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുന്നത് എന്താണ്? കൃപയാണ്. അതാണ്. ശരീരം സെമിത്തേരിയിൽ പോകുമ്പോൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യും, ആത്മാവ് പോകുന്നില്ല. കൃപ എവിടെയാണ് ഉണ്ടാകുന്നത്? 6:19 ആത്മാവിൻ്റെ കൂടെയാണ്. ദാറ്റ് മീൻസ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയണത് കൃപയെക്കുറിച്ചുള്ള ദാരിദ്ര്യമാണ്. എനിക്ക് കൃപയില്ലല്ലോ. അനുഗ്രഹം ഉണ്ടാകാം. അനുഗ്രഹം ഇപ്പോൾ ഉണ്ടാകണമെങ്കിൽ നീ ഒരു വിശ്വാസി പോലും ആകേണ്ട ആവശ്യമില്ല. നീ ഒരു നിരീശ്വരനായ പോലും അനുഗ്രഹം ഉണ്ടാവും. കാര്യം ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട് അവിടെ. നീ സന്താന പുഷ്ടിയുള്ളവരെ പെരുകി വർദ്ധിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അനുഗ്രഹിച്ചിരിക്കണമല്ലേ. അതുകൊണ്ട് നിൻ്റെ PR, നിൻ്റെ IELTS, നിൻ്റെ IAS, IIM എല്ലാം കർത്താവ് നേരത്തെ പാസ്സാക്കി വിട്ട കാര്യമാണ്. നീ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനാരും കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട ഒരു കാര്യമില്ല. ഏതാ വിശ്വസിക്കും അതൊക്കെല്ലാം കിട്ടും. ബട്ട് the matter of grace, that's a different thing. കാരണം എന്താ? ഇറ്റ്സ് ദ ഫ്രൂട്ട് ഓഫ് ഹിസ് പാഷൻ. അത് അവൻ്റെ പാഷൻ്റെ ഫ്രൂട്ടാണ്. നമ്മൾ കൃപയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃപ നേടിയെടുക്കാൻ വേണ്ടി അവൻ രക്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അവൻ്റെ കമ്മിറ്റ്മെൻറ്റ് ചിന്തിക്കുന്നു, അവനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അവന് വേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. ശ്രുതികടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കൃപയാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. ആ കൃപ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് നെവിൻ ജോസഫിനെ പരീക്ഷ തോറ്റിട്ടും അയാൾക്ക് ഫീൽ ചെയ്യാഞ്ഞത്. അയാൾ അഗ്നിയിലൂടെ നടക്കുകയാണ്, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഈ ശബ്ദത്തിലൂടെ നടക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവസാന്നിധ്യം പ്രസൻസ് ഓഫ് ഗോഡാണ്. ഈ പ്രസൻസ് ഓഫ് ഗോഡാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. അല്ല നമ്മളുടെ സാധാരണ കാണുന്ന ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള അനുഗ്രഹത്തിനേക്കാൾ ഉപരി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ദൈവസാന്നിധ്യത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആശ്വസിപ്പിക്കപ്പെടും 5:4 മത്തായിയുടെ സുവിശേഷം 5:4 വായിച്ചോളൂ. കരയുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞേ, കരയുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞ കരയുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്താ സംഭവിക്കണം ചോദിച്ചേ? അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടും. മനസ്സിലായില്ലേ? കരയുന്നവർ ഭാഗ്യവാന്മാർ. അതെന്തുകൊണ്ടും കരച്ചിലുണ്ടാകാം അല്ലേ? എന്തുകൊണ്ടും കരച്ചിലുണ്ടാകാം. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞാണ്, 6 വയസ്സുള്ള കൊച്ചാണ്. അവളുടെ അമ്മ അപ്പനും US-ലാണ്. അമ്മയാണ് അവളെ വളർത്തുന്നത്. സ്കൈപ്പിൽ എപ്പോഴും അപ്പനും അമ്മയും കാണുമ്പോൾ അവ എപ്പോൾ വരും എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞിട്ടുകൊണ്ടിരിക്കും. അതിനേക്കാൾ കരച്ചാൽ കുഞ്ഞ്. കാര്യം അവർക്ക് കൊച്ചിൻ്റെ അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പോകാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ബാല്യം ഭയങ്കരമായിട്ട് രീതിയിൽ സഫർ ചെയ്യുന്നത് പീഡിത ബാല്യമാണ്. അപ്പോൾ നമുക്ക് കണ്ട വിഷമം തോന്നും. അപ്പോൾ അമ്മാമ്മയ്ക്കും അറിയാം ഇത്. അപ്പോൾ അമ്മാമ്മ പറയും, നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോട് പറയാം, കുഞ്ഞിന് വിസ കിട്ടാൻ, ഈ US വിസ കിട്ടാൻ വലിയ പാടാണ്. ഇവിടെ ഡെലിവറി ചെയ്താണേ. അവിടെ പ്രസവിച്ചാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇവിടെ പ്രസവിച്ചിരിക്കണ കാരണം അവർ കൊടുക്കാൻ വലിയ പാടാണ്. അവർ തന്നെ 1000 പേർക്ക് കൊടുത്ത് ലോട്ട് എടുത്തിട്ട് ഒരാൾക്കല്ലേ കൊടുക്കുന്നത്. ട്രംപിൻ്റെ കാലത്ത് അതും കിട്ടത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് പോകാനുള്ളൊരു വാതിൽ അടച്ചു. ഇപ്പം അപ്പനും അമ്മയും അവിടെയും കുഞ്ഞിവിടെയും ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പരീക്ഷയ്ക്ക് പഠനത്തിൽ ചേർക്കാനും പറ്റണില്ല. അത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേർക്കാനും പറ്റുന്നില്ല.
അവിടെ പോയി പഠിക്കാനും പറ്റണില്ല. ആകെപ്പാടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്. കുഞ്ഞിനെ അപ്പനെയും അമ്മയും കണ്ടിട്ട് അവിടെ ഒരു ക്രിസ്മസിനായാലും ഈസ്റ്ററിനായാലും കുഞ്ഞിന് സന്തോഷമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കും അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടേണ്ടത് നമ്മുടെ കയ്യിലുള്ള അല്ലല്ല, അമേരിക്കൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ കുഞ്ഞിന് വിസ കൊടുക്കേണ്ടത്, അവർ കൊടുക്കണില്ല. 1.5 കൊല്ലമായി. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ട് പക്ഷെ അവർക്ക് നല്ല ബോധമുണ്ട്. അമ്മമ്മ എന്ന് പറഞ്ഞാൽ പ്രായമൊന്നുമില്ല, അവർക്ക് 56 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ കുഞ്ഞിനോട് പറഞ്ഞു, ഭാവി നീ തന്നെ എല്ലാ വീട്ടിലും കൊണ്ട് കൃപാസനം പത്രം കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതാണ് വിഷയം. അമ്മമ്മ കുഞ്ഞിനെ നിർദ്ദേശിക്കണം. ആ സാക്ഷി കിടപ്പണം, നല്ല സാക്ഷിയാണ്. വാവ തന്നെ ഇത് എല്ലാ വീട്ടിലും കൊണ്ടു നടന്ന് കൃപാസനം പത്രം കൊടുത്തിട്ട് അമ്മയോട് പറയണം, അമ്മേ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകാനുള്ള വഴി കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം 1.5 കൊല്ലമായി ഈ വിഷയം സഫർ ചെയ്യണത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൃപാസനം പത്രം 10ാമത്തെ വീട്ടിൽ കൊടുത്തായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ മൊബൈലിൽ മെസ്സേജ് വന്നു, യു ആർ ബിസൈൻ പ്രോസസ് എന്നും പറഞ്ഞ്. എൻ്റെ മക്കൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കുഞ്ഞിന് വിസ കിട്ടിയപ്പോൾ എത്ര പേർക്ക് ആശ്വാസം ഉണ്ടായി? അമ്മമ്മക്ക് ആശ്വാസം ഉണ്ടായി അല്ലേ? പിന്നെ ആർക്കുണ്ടായി? കുഞ്ഞിന് വലിയ ആശ്വാസം ഉണ്ടായി. പിന്നെ കുഞ്ഞിൻ്റെ അപ്പന് ആശ്വാസം ഉണ്ടായി, അമ്മയ്ക്ക് ആശ്വാസം ഉണ്ടായി. ആകെപ്പാടെ പിക്ചർ മാറി. ഈ ആശ്വാസം ഒന്ന് പക്ഷേ ബൈബിൾ എന്താ വിളിക്കണമെന്ന് അറിയാവോ? ആശ്വാസം എന്നല്ല വിളിക്കണത്, പ്രസൻസ് ഓഫ് ഗോഡ് എന്നാണ് വിളിക്കണത്. അതാണ് വിഷയം. ഉടമ്പടിയിലുള്ള സംഭവമാണ് ആശ്വാസം. അതായത് 33:14 വായിച്ചേ, പുറപ്പാട് പുസ്തകം. ശ്രുതികടെ ഹല്ലേലൂയ. പുറപ്പാട് 33:14 വായിച്ചേ. പുറപ്പാട് 33:14. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും, എന്നിട്ട് പറഞ്ഞ ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. റെഡിയാ? അപ്പോൾ ഈ നമുക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ബൈബിൾ മെക്കാനിസം. അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചോ? അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടി, ഞാൻ IELTS ജയിച്ചു, എൻ്റെ വസ്തു വിറ്റെന്നല്ല പറയേണ്ടത്, കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന്. കൈയടിച്ച് കർത്താവ് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന, ഞങ്ങളുടെ കൂടെ വരുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് അല്ലേ? എന്താ കാര്യം? നമ്മൾക്ക് ഒരു ആശ്വാസം ലഭിക്കുമ്പോൾ അതിനർത്ഥം ആശ്വാസം ലഭിച്ചു എന്നല്ല, മറിച്ച് എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നു എന്നുണ്ടാണ്. അപ്പം നിങ്ങൾ തുള്ളിച്ചാറേണ്ടതാണ് കേസ് കിട്ടേ. ഇത് ഏറ്റവും കൂടുതൽ പറയണത് ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ്. ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയണത്. വേറെ ഒരു പ്രെയർ ഫോമിന് അതില്ല. പുറപ്പാട് 33:14 ഉടമ്പടി പ്രകാരമാണ് ഞാൻ നിങ്ങളെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതിന് ഈ 5-4 കൂട്ടി വായിക്കണം, നല്ലതാ. മത്തായി 5:4 വായിച്ചവനെ ശ്രുതികടെ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. പറഞ്ഞ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്താ കാരണം? ഈ ആശ്വസിപ്പിക്കപ്പെടുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുക എന്നതിൻ്റെ അർത്ഥം. പുറപ്പാട് 33:14 അനുസരിച്ച് കൊണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ജയിച്ചാലും ആശ്വാസമാണ്. ദാറ്റ് മീൻസ് അത് പരീക്ഷ ജയിച്ചാൽ മാത്രം വിഷയമല്ല, ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് വരണത്. ഈ ദൈവ വസിപ്പിനെ വിവേചിക്കണം. അതാണ് ഉടമ്പടി പുരോഗമിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. പവർ ആൻഡ് പ്രസൻസിലാണ് നമ്മൾ ധ്യാനം തുടങ്ങുന്നത് അല്ലേ? ദൈവത്തിന് നമുക്ക് ലഭിക്കുന്നത് പവറാണ്, പിന്നെ എന്താണ്? പ്രസൻസാണ്. ഈ പ്രസൻസ് എന്ന് പറയുന്നത് പലപ്പോഴും കണ്ണീരിൻ്റെ കാലത്താണ് അത് വെളിവായി വരണത്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കരയുന്ന കാലം അതാണ് നിങ്ങളെ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ആശ്വസിപ്പിക്കപ്പെടും. അത് തന്നെയാണ് ഐസയാ ഈ മത്തായി 5:4 തന്നെയാണ് ഐസയാ 43:3 പറയണം. നിങ്ങൾ ശബ്ദത്തിലൂടെ സഞ്ചരിക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അത് കണ്ണീരിൻ്റെ കാലങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥന വരുന്നത് ഉടമ്പടിയിലാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? കണ്ണീരിൻ്റെ കാലത്ത് നമുക്ക് സാന്നിധ്യം നൽകുന്ന വാഗ്ദാനമുണ്ട്. പക്ഷേ ആ വാഗ്ദാനം പ്രാപിക്കാനുള്ള സംവിധാനം വന്നിരിക്കുന്നത് ഉടമ്പടിയിലാണ്, ഉടമ്പടി പ്രകാരമാണ്. അതുകൊണ്ട് ഉടമ്പടി ചെയ്ത ഓരോ മകനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവിക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയാണ് ഉടമ്പടിയെ സമീപിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ വളരേണ്ടത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ സാന്നിധ്യം വന്നാൽ എന്താ പറ്റും? പുറപ്പാട് 14:14 വർക്കൗട്ട് ചെയ്യും. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളുടെ കൂടെ സാന്നിധ്യം നൽകുന്ന കർത്താവില്ലേ?
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പിന്നെന്താണ്? നിങ്ങൾ മൗനമായിരുന്നാലും മതി. കൈയിടിച്ച് കർത്താവിനെ സ്വരരിക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.